എല്ലാവർക്കും ഇന്ന് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലെ കോസ്റ്റൽ ലൈനിൽ ഉണ്ടാവേണ്ട വില്ലേജിനെ ഒന്നാണ്. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകതകളും എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇത് കണ്ട, ഇതാണ് വില്ലേജ്. ഇത് പറഞ്ഞാൽ പ്ലേയേഴ്സിന് എല്ലാവർക്കും ഒരു നല്ല സ്ഥലമാണ്. കാരണം ഇതിൽ ബെഡാളുണ്ടാകും. ഉദാഹരണം ഞാൻ കാണിച്ചിട്ട് ഇതിൽ പിന്നെ ചെസ്റ്റാളുണ്ടാവും, സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇതിൽ പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് കാണിച്ചിട്ട് ചില പ്രാവശ്യം ലക്കിയാവും. ഇതിലൊക്കെ ഒന്ന് റെയറായ സാധനമാണ് എമറൽഡ്. നല്ല റെയറാണ്. അതിൽ 2 എണ്ണമുണ്ട്. ഇതിനൊക്കെ ആൾക്കാർ എടുത്തു പോകും. ഇതിനെ 2 പ്രാവശ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ട് ഇതിനെ വീറ്റാക്കി കൊണ്ട് എടുത്താൽ നമുക്ക് ഫുഡ് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ബെഡൊക്കെ ഇവിടുന്ന് കിട്ടും. ഇങ്ങനത്തെ വീടുകളിലൊക്കെ ബെഡ് കിട്ടും. ഇത് ഫുഡ്. ഇത് അയൺ ഗോളം. ഈ സാധനം കണ്ട, ഈ വെള്ള ജീവി, ഇതാണ് അയൺ ഗോളം. ഇത് പറഞ്ഞാൽ നമ്മളെ വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ എന്തെങ്കിലും വന്നാൽ, ഇപ്പോൾ സോംബിയോ വന്നാൽ. ഇതാണ് പിന്നെ അടുത്തൊരു വീട്. ഇത് പറഞ്ഞാൽ ബ്ലാക്ക് സ്മിത്ത്. ഇത് പറഞ്ഞ വില്ലേജറിൻ്റെ ഒരു വർക്ക് സ്ഥലമാണ്. കണ്ട, ഇവിടെ ഉണ്ടാവും ഫർണിസ്. ഇവിടെ വില്ലേജർ ഉണ്ടായതുകൊണ്ട് ഞാൻ പേടിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ ബാക്ക് പോയി. ഓനോ എൻ്റെ പണിയെടുത്തോട്ടെ. ഞാൻ അടുത്തതാണ്. ഇതാണ് വില്ലേജേഴ്സ്. ഇത് 4 വില്ലേജർക്കായിട്ട് ഒപ്പം നിൽക്കാൻ പറ്റിയ വീടാണ്. ഇതിൻ്റെ മേലെ ഒരു ചെസ്റ്റുമുണ്ട്. ഓക്കെ, പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഈ വേൾഡിലൊക്കെ കളിച്ച് കണ്ട് ശീലിച്ചിട്ടത്. എന്ത് രസമായിരുന്നു ആ സമയത്ത്. അടുത്തൊരു വീട്. ഇത് പറഞ്ഞാൽ ബേസിക് വീടാണ്. ഇതിലൊരു ഇതന്നെ ഉള്ളൂ ഉണ്ടാവുക സാധാരണ. അടുത്ത കാണിച്ചിട്ടാണ്. ഓക്കെ, അടുത്തതിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഉണ്ടാവുള്ളൂ എന്ന്. ഞാൻ എളുപ്പം പോകാൻ വേണ്ടി പറഞ്ഞു പോകട്ടെ. ഓക്കെ, ഈ വീട് കാണിച്ചത് താഴെ. ഈ വീട് സാധാ വീടുകൾ തന്നെ ഉള്ളൂ. പക്ഷെ ഇവിടെ വേറെ സാധനങ്ങളുണ്ട്. ഇവിടെ സാധാ വീട്. ഇതാണ് ഫാർമറിൻ്റെ ജോലി സ്ഥലം. മനസ്സിലായാ? അതായത് ഫാർം പ്ലോട്ട് എന്ന് ഞാനൊക്കെ പറയല് സാധാരണ. പക്ഷേ ഇതാണ് ഈ വില്ലേജ്. ഇതിന് മൈൻക്രാഫ്റ്റിലുള്ള പേര് കോസ്റ്റൽ വില്ലേജ് എന്നാണ്. പക്ഷെ എല്ലാവർക്കും ഈ വില്ലേജ് കിട്ടാനാണ് നല്ല ഇഷ്ടം. കാരണം ഇതിലാണ് നല്ല ബെസ്റ്റ് ലൂട്ടുണ്ടാവില്ല ചില സമയത്ത് ലക്കടിച്ചാൽ. അങ്ങനെ താങ്ക് യു ഗൈസ്. ബൈ. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചുകൊണ്ട് എല്ലാവരും MC സ്റ്റോവിന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കേ.